രണ്ടുപേരും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് വിറച്ചുകൊണ്ട് രണ്ടുപേരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിൽക്കുമ്പോ അല്ലാഹു രണ്ടുപേർക്കും ഒരു വാഗ്ദാനം കൊടുത്തു. എല്ലാവർക്കും അല്ലാഹുവേ, ആദം നബിക്കും തന്റെ പരമ്പരകൾക്കും അല്ലാഹു ഒരു വാഗ്ദാനം കൊടുത്തു. എന്താണ് വാഗ്ദാനമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തരാം. അല്ലാഹുവാണ് വാഗ്ദാനം ചെയ്തത്. രണ്ടുപേരും ഭൂമിയിലേക്ക് കടന്നു പോകൂ, നിനക്കും നിങ്ങളുടെ പരമ്പരകൾക്കും ഞാൻ നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു നമ്മുടെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇന്ന് നമുക്ക് നിർഭയത്വമില്ലല്ലോ. അല്ലാഹു നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്, ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാ, എല്ലാവരും വല്ലാത്ത പേടിയിലാണ്. എപ്പോഴാണ് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത്? എപ്പോഴാണ് പടച്ചവന്റെ പരീക്ഷണം വരുന്നത്? അതാ കൊടുങ്കാറ്റുകൾ അടിക്കുന്നു, ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാണ്, ഇപ്പോൾ വല്ലാത്ത വരൾച്ചയിലാണ്. എല്ലാവരും പ്രതിസന്ധികൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം തരാം. പിന്നെ എന്തിനാണ് അല്ലാഹു ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, പിന്നെ എന്തിനാണ് അല്ലാഹു നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും തരുന്നതെന്നറിയോ? നമ്മുടെ ഈമാൻ ഉറച്ചോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു നിനക്ക് പ്രയാസം തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തരുന്നത്, നിനക്ക് മക്കളെ തരാത്തത്, നിനക്ക് പ്രയാസങ്ങൾ തരുന്നത്, സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തത്, ഏത് കച്ചവടം ചെയ്താലും തകർന്നു പോകുന്നത്, അല്ലാഹുവേ പടച്ചവനെ ശത്രുക്കൾ മുഴുവനും നിനക്കെതിരായി തിരിയുന്നത്, എവിടെ നോക്കിയാലും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, എല്ലാവരുടെയും മുന്നിൽ തലതാറ്റി നടക്കേണ്ടി വരുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടെന്നറിയോ? ഇതൊക്കെ എന്തിനു വേണ്ടിയെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ചതാണോ? നിന്റെ വിശ്വാസം ഉറച്ചതാണോ? ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ മുഴുവനും തരുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കാർമേഘം ഒന്ന് മാറിക്കഴിഞ്ഞാൽ, കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കണ്ടോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്, മുത്തുനബി ഇറങ്ങി ഓടുകയാണ്, ഒതുപെടുത്തിട്ട് ഓടിച്ചെന്ന് റബ്ബിന്റെ മുന്നിൽ കടന്ന് സുജൂദ് ചെയ്യുകയാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. ഒന്ന് കാലാവസ്ഥ മാറിയാൽ, ഒന്ന് കാലാവസ്ഥ മാറിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിച്ചെന്ന് കരഞ്ഞു വിളിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അദാബ് ഇറങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഅമിനൂ മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. എന്തിനാണ് അല്ലാഹു നമുക്ക് പ്രയാസങ്ങൾ തരുന്നത്? ഈ ഭയപ്പെടുത്തുന്നത് എന്തിനെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് വല്ലാത്ത ഉയരങ്ങളിലാ. അതാ മനുഷ്യനുണ്ടല്ലോ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും തന്റെ കൈപിടിയിലൊടുക്കാൻ, അതാ കൊടുങ്കാറ്റ് വരുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നു, മഴ പെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഉരുൾപൊട്ടലുണ്ടാകുമോ മനസ്സിലാക്കാൻ കഴിയുന്നു, സുനാമി ഉണ്ടാകുമോ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്രയും ശാസ്ത്രത്തില് മനുഷ്യൻ വല്ലാതെ വളർന്നു പോയപ്പോ ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നുന്നു നമ്മൾ ആരോ ആയെന്ന്. നമ്മൾക്ക് ആരോ ആയെന്നുള്ള തോന്നല് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ,
എടാ മനുഷ്യ, നീ എത്ര വളർന്നാലും നീ എന്റെ മുന്നിൽ ആരുമല്ലടാ. അല്ലാഹു എന്തിനാണ് പടച്ചവനെ ഈ സുനാമി വരുന്നത്, കൊടുങ്കാറ്റടിക്കുന്നത്, ഉരുൾപൊട്ടലുണ്ടാകുന്നത്, ഭൂമികുലുക്കമുണ്ടാകുന്നത്, വെള്ളപ്പൊക്കമുണ്ടാകുന്നത്, ഇതൊക്കെ എന്തിനാണ് അല്ലാഹു കാണിച്ചു തരുന്നതെന്നറിയോ? നീ എത്ര വളർന്നാലും എന്നെ പോലെയാകൂല. കൊടുങ്കാറ്റടിക്കോ, കൊടുങ്കാറ്റ് വരാനുണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കും. ഇപ്പൊ തന്നെ നേരത്തെ അറിയാം. ഉരുൾപൊട്ടലുണ്ടാകുമോ അവർക്കറിയാം, സുനാമി ഉണ്ടാകുമോ സാധ്യതയുണ്ടറിയാം. ഇത്രയൊക്കെ മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായിട്ട് എത്തിയപ്പോ എല്ലാവർക്കും ഒരു തോന്നല്, എല്ലാം അങ്ങ് കൈപ്പിടിയിലായി. അള്ള പറയാ, എടാ നീ എന്റെ മുന്നിൽ ആരുമല്ല, നീ എത്രയൊക്കെ വളർന്നാലും നീ എന്റെ അടിമ, ഞാൻ നിന്റെ യജമാൻ. ഞാൻ ആരെന്നറിയോ? നിന്റെ റബ്ബടാ. നീ എത്ര വളർന്നാലും എന്നെ പോലെ ആകാൻ പറ്റൂല, നീ എന്റെ മുന്നിൽ ആരുമല്ല എന്ന് മനസ്സിലാക്കാനാണ് അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് ജീവിതത്തിൽ ഇത്രയും പ്രയാസം, ഏത് കച്ചവടം തുടങ്ങിയാലും നഷ്ടമാണ്. എത്ര കൊല്ലമായി ഉസ്താദ് കഷ്ടപ്പെടുന്ന, സ്വന്തമായിട്ടൊരു വീടില്ല, ഒരു സെന്റ് ജാഗ പോലും ഇല്ല ഉസ്താദെ, വല്ലാത്ത കടം മാറിയില്ല, സമാധാനമില്ല ഉസ്താദെ. മക്കൾ എത്ര കൊല്ലമായി ഉസ്താദെ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് ദുആ ചെയ്യുന്നു, മക്കളെ കിട്ടുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പരാതികൾ നമ്മൾ പറയുന്നുണ്ട്. എന്തിനാ അല്ലാഹ് ഇതൊക്കെ തന്നേന്നറിയോ? എന്തിനാ ഇതൊക്കെ അള്ളാഹു തരുന്നതെന്നറിയോ? എടാ നീ പറഞ്ഞതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായവനാണ്. അള്ളാഹുവേ, ആരാധനക്കഴകം നീ അല്ലാതെ ആരുമില്ല. അല്ലാഹ്, ഈ ലോകത്ത് നീ അല്ലാതെ ആരുമില്ല. പടച്ചവനെ, നീയാണ് വലിയവൻ, നീ എന്റെ യജമാനൻ, ഞാൻ നിന്റെ അടിമയാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞതല്ലേ, അത് ഹൃദയം കൊണ്ട് പറഞ്ഞതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുകയാണ്, എന്തിനാണ് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഈമാൻ ഉറച്ചോ, എന്റെ വിശ്വാസം ഉറച്ചോ, എന്തിനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. മുത്തനബി പ്രവാചകന്മാരുടെ ചരിത്രമുണ്ടല്ലോ, പ്രവാചകന്മാരുടെ ഉമ്മത്തിന്റെ ചരിത്രമുണ്ടല്ലോ, സ്വഹാബികളുടെ ചരിത്രമുണ്ടല്ലോ. ഈ ചരിത്രങ്ങളൊക്കെ എന്തിനാ അല്ലാഹുവേ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല, നിനക്ക് കണ്ടു പഠിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു തന്നെ ചോദിക്കുകയാ, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, മോനെ സ്വർഗമങ്ങ് വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? എന്റെ സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗം നിനക്ക് ഓസിനങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതിയോ? ഒരിക്കലും നിനക്ക് പറ്റൂല. ഒരിക്കലും ഓസിന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഫലമായതിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും എല്ലാം നീയും അനുഭവിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളുടെ ചരിത്രം കേൾക്കുന്നവരാ. മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങളുടെ പേര് കേട്ടാൽ പടച്ചവനെ, ബിലാലിനെ മറക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം യാ സ്വലാ യാ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ ബിലാലിന് നമുക്ക് ഓർമ്മ വരുമല്ലോ, ബിലാലിന് നമുക്ക് ഓർമ്മ വരുമല്ലോ. ആ ബിലാലിന്റെ ചരിത്രം നമ്മൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് വായിക്കുന്നവരാ. വല്ലാത്ത പീഡനങ്ങളോ ഉസ്താദന്മാരെ പ്രഭാഷണത്തിൽ പറയുമല്ലോ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, അതാ തന്റെ യജമാനന്മാര് മുസ്ലിമായതിന്റെ പേരില് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് എടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാണ്ടവാറ കൊണ്ട് തല്ലിയത് നിസ്കരിക്കാത്തതിനല്ല, മോഷണം നടത്തിയതിനല്ല, പിന്നെ എന്തിനെന്നറിയുമോ? ഈ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ, മുസ്ലിമായതിന്റെ പേരിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളും ഇങ്ങനെ നടന്നു പോകുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ യജമാനന്മാരിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്.
ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല. അവസാനം വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ ബിലാൽ തങ്ങൾ വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുകയാ. എന്തേ ചെയ്തതെന്നറിയോ? അതാ ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ട് വരികയാണ്. ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ടുവന്ന് വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുന്ന മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് ഒട്ടകത്തിന്റെ മൂത്രമൊഴിക്കുമ്പോൾ, ഒട്ടകത്തിന്റെ മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ബിലാലേ, ക്ഷമിക്കൂ ബിലാലേ, നിനക്ക് നാളെ സ്വർഗത്തിലെ ഹൗദുൽ കൗസറിലെ വെള്ളം ഞാൻ നിനക്ക് തരാം ബിലാലേ, ഹൗദുൽ കൗസറിലെ വെള്ളം നിനക്ക് തരാമെന്ന് പറയുമ്പോ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു ചെറുപ്പക്കാരാ. എത്ര തല്ലുകൊണ്ടാല്, എത്ര തല്ലിച്ചതച്ചാല് അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്, ഇതല്ലാതെ ബിലാൽ തങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് വന്നില്ല. അതാ തന്റെ ശരീരം മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തിലൂടെ രക്തമൊഴുകും നബിയേ. പ്രവാചകൻ ചോദിച്ചു, ബിലാലേ, സ്വർഗം വേണോ ബിലാലേ, ബിലാലേ, സ്വർഗം വേണോ ബിലാലേ, ക്ഷമിക്കു ബിലാലേ എന്ന് പ്രവാചകൻ പറയുമ്പോ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാ. എന്തിനാ മോനെ അല്ലാഹു ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഇതിന്റെ ഇതുപോലെ നീയും അനുഭവിക്കേണ്ടതാണ്. ഇതുപോലെ പീഡനങ്ങൾ നിനക്കും ഉണ്ടാകുമ്പോ നീ നിന്റെ ഈമാനിനെ വലിച്ചെറിയരുത്, നിന്റെ വിശ്വാസത്തിന് വലിച്ചെറിയരുത്, അല്ലാഹുവിനെ നീ വലിച്ചെറിയരുത്, അല്ലാഹുവിന്റെ ദീനിനെ നീ വലിച്ചെറിയരുത്, ഈ സമുദായത്തിന് നാണക്കേടുണ്ടാകരുത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞു തരുന്നത്. അധികാരം കിട്ടുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയുന്നവരുണ്ട്, പണം കിട്ടുമ്പോൾ അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നവരുണ്ട്. മനുഷ്യ, എന്തിനാ പണം കിട്ടുമ്പോ നീ അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയുന്നത്? അല്ലാഹുവേ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നല്ലോ. അതാ മക്കയിലെ ഈന്തപ്പന മരങ്ങള്, മക്കയിലെ ഈന്തപ്പന തോട്ടങ്ങളുടെ പകുതി ആരുടേതായിരുന്നറിയോ? മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയുടേതായിരുന്നു. അത്രയും വലിയ കോടീശ്വരനാണ്. പക്ഷേ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്ത് കിട്ടുമ്പോ അല്ലാഹുവിനെ മറന്നു പോകുന്ന സഹോദരാ, ദീനിനെ വിറ്റ് കാശാക്കുന്ന മുസ്ലിമേ, റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പാദ്യം മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് അവസാനം മയ്യത്ത് പൊതിയാൻ പോലും തുണിയില്ലാതെ തുണി തികയാത്ത രീതിയിൽ പച്ചില പറിച്ച് കാലിൽ വെച്ച് കെട്ടിക്കെട്ടാ അവിടത്തെ ജനാസ കബറടക്കിയത്. അധികാരം കിട്ടുമ്പോ, പണം കിട്ടുമ്പോ വലിച്ചെറിയല്ലേടാ. ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വിളിക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ കളഞ്ഞിട്ട് പോകുന്ന യുവത്വര്, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ഹുബൈബ് ചെറുപ്പക്കാരനായിരുന്നടാ. തൂക്കുകയറിന്റെ മുന്നിൽ ഇങ്ങനെ കയറ്റി നിർത്തി കിടക്കുകയാണ്, തന്റെ കരുത്തിലേക്ക് തൂക്കുകയറിടുകയാണ്. ആ സമയത്ത് താഴെ നിൽക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്നവര് ഹുബൈബിന്റെ കൂടെ പഠിച്ചവരാണ്, കൂട്ടുകാരാണ്. അവര് ചോദിക്കുന്നു, ഹുബൈബേ, ഈ ചെറുപ്രായത്തിൽ എന്തിനാടാ ചാകുന്നത്? നിനക്ക് അധികാരം വേണമെങ്കിൽ ഞങ്ങൾ തരാ, നിനക്ക് പണം വേണമെങ്കിൽ ഞങ്ങൾ തരാ. ഈ കാണുന്ന പെണ്ണിലെ ഈ പെണ്ണുങ്ങളിൽ ആരെ കാണിച്ചു തന്നാലും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കാ ഹുബൈബേ. പുതിയ മതമൊന്ന് കളഞ്ഞിട്ട് വരുമോ ഹുബൈബേ? തോറ്റുകൊടുത്തില്ലടാ ചെറുപ്പക്കാരാ, തോറ്റുകൊടുക്കാതെ പടച്ചവനെ അവരുടെ മുന്നിൽ അവസാനം അവര് പറഞ്ഞു, നീ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാ നിന്നെ വെറുതെ വിടാ. ഹുബൈബിന് തയ്യാറായില്ല. ആ ഹുബൈബ് എന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതാരെന്നറിയോ? അല്ലാഹു
അല്ലാഹുവിന്റെ മലക്കുകളാണ് കബറടക്കിയത്. സഹോദരാ, ഈ ചരിത്രം അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത് വെറുതെയല്ല. ഈമാൻ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ, വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനിനെ സംരക്ഷിക്കുന്ന ചെറുപ്പക്കാരാ, ഈമാനിനെ മുറുകെ പിടിക്കണ. ഇന്ന് നിന്റെ കോലം നിന്റെ വസ്ത്രധാരണയൊക്കെ കണ്ടാൽ പടച്ചവനെ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്. പർദ്ദയും ധരിച്ച് ഹിജാബും ധരിച്ചുകൊണ്ട് ഏത് വൃത്തികേടിനും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്റെ ഉമ്മ പെങ്ങന്മാരാണ്. പെങ്ങളെ, നിനക്ക് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നീ ചെയ്തോ പൊന്നുമോള്, പച്ചയായിട്ടിരിക്കുന്ന ഫർദയെന്ന് ഊരി മാറ്റിയിട്ട് നീ ചെയ്യണേ. അത്രയോ പറയാനുള്ളൂ. ധരിച്ചിരിക്കുന്ന ഫർദ ഊരിയിട്ടിട്ട് വേണം ഏത് വൃത്തികേടും നീ ചെയ്യാൻ. കാരണം ആ ഫർദ ഇസ്ലാമിന്റെ ശിആറാ. ആയിഷാ ബീവി ഇട്ടതാണ്, ഖദീജ ബീവി ധരിച്ചതാണ്, ഫാത്തിമ ബീവി ധരിച്ചതാണ്. ഒരുപാട് മഹദികൾ ധരിച്ച ഒരു വസ്ത്രമാണ് ഫർദ. ആ പുണ്യമായ വസ്ത്രത്തിന് പേരുദോഷം കേൾപ്പിക്കരുത് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, മക്കൾ എത്ര വലിയ വൃത്തികേടുകൾ കാണിച്ചാൽ, ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാത്ത മാതാപിതാക്കളുണ്ട്. വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. അല്ലാഹുവിന്റെ കോടതി ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പഠിച്ചവനെ പണ്ടൊക്കെ മക്കളും മാതാപിതാക്കളും ഉപദേശിക്കുമായിരുന്നു. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുമോ? എന്തെങ്കിലും ലഭിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല വിശ്വാസം. അത് മരിക്കുന്ന കാലത്തോളം ഉറപ്പിച്ചു നിർത്തണം. അതാ കരിമ്പാളയിൽ കൊത്തിവെച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഞാനൊരു മുസ്ലിമാണ്, എന്റെ ശരീരത്തിൽ ഒഴുകുന്നത് മുസ്ലിമിന്റെ രക്തമാണ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്, ഞാൻ നായകനായ അല്ലാഹുവിനെ ആരാധിക്കുന്നവനാണ്, ഞാൻ മുത്തുനബിയുടെ ഉമ്മത്താണ്. അല്ലാഹുവേ, ഈ ബോധം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉറപ്പിച്ചാല് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂ, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയൂ. അങ്ങനെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഈമാൻ ഉറപ്പിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് അതാ മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവേ, 3 പള്ളികൾ സന്ദർശിക്കണമെന്നാണല്ലോ, 3 പള്ളികൾ പോയി കാണണമെന്നാണ്. അല്ലാഹുവേ, പോയി കാണാൻ പടച്ചവരെ ഫലസ്തീനിൽ ചെന്നിട്ട് ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് പ്രവാചകന്മാരുടെ ഖബറുള്ള നാടാണല്ലോ. അതിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹു ബർക്കത്ത് ചെയ്ത സ്ഥലമാ, അല്ലാഹു അനുഗ്രഹിച്ച സ്ഥലമാ. പോയി കാണണം ചെറുപ്പക്കാരാ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തേക്ക് കിടക്കുന്നു റസൂലുള്ളാഹി തങ്ങൾ തന്റെ ബുറാഖ് കെട്ടിയ സ്ഥലം കാണാ, റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ച സ്ഥലം കാണാ, പ്രവാചകൻ ആകാശത്തേക്ക് കടന്നുപോയ സ്ഥലം കാണാ, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ സക്കരിയ നബിയും കൂടെ മിഹ്റാബിൽ മറിയം ബീവി കടന്നിരുന്ന സ്ഥലം കാണാ. പടച്ചവനെ, ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ലോകത്തിന്റെ നേതാവ് മിഹ്റാജിന്റെ രാത്രിയിൽ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഒരു ഖബറിങ്ങനെ പ്രകാശിക്കുകയാ. അല്ലാഹുവേ, എല്ലാ യുവത്വവും തോക്കിന്റെ പുറകിലാണ്, എല്ലാവരും അതിന്റെ പുറകിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വളർന്നു വരുന്ന പെൺമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചരിത്രമാണ് നീ പഠിക്കേണ്ടത്, ഈ പെണ്ണിനെയാണ് നീ റോൾ മോഡലാക്കേണ്ടത്, ഈ പെണ്ണിന്റെ ജീവിതമാണ് നീ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ
വാഹനത്തിൽ ആകാശത്തുകൂടെ പോകുമ്പോ ഒരു കബർ പ്രകാശിക്കുകയാ. മുത്തിനബി ചോദിക്കുന്ന ജിബ്രീലേ, ആ പ്രകാശിക്കുന്ന കബർ ഏത് പ്രവാചകന്റെ കബറാണ് ജിബ്രീൽ? ഏത് പ്രവാചകന്റെ കബറാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് പ്രവാചകന്മാരുടെ കബറല്ല, അത് പ്രവാചകന്മാരുടെ കബറല്ല. പിന്നെ ആരുടെ കബറാ ജിബ്രീല്? അത് പ്രകാശിക്കുന്നല്ലോ ജിബ്രീല്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഏതോ ഒരു മഹാന്റെ കബറാണല്ലോ. ആരുടെ കബറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു വേലക്കാരിയായ പെണ്ണിന്റെ കബറാണ് നബിയേ. ഒരു സാധാരണ ഒരു അടിമയായ ഒരു വേലക്കാരിയായ ഒരു പെണ്ണിന്റെയും മക്കളുടെയും കബറാണ് യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാ, ഖിയാമത്ത് നാൾ വരെ ആ കബർ പ്രകാശിക്കും നബിയേ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന കബറാണ് നബിയേ. റസൂലുള്ളാഹിന് വല്ലാത്ത അത്ഭുതമായി. ആരാണ് ജിബ്രീല്? ആ അടിമപ്പെണ്ണ് ആരാണ് ജിബ്രീല്? ഈ വേലക്കാരി ആരാണ് ജിബ്രീല്? അല്ലാഹു ഈ പെണ്ണിന് ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, ആ പെണ്ണാരെന്നറിയോ? മഹദി മാസിത ജോഗട്ടയുടെ പരിസരത്തുള്ള പെണ്ണുങ്ങൾക്ക് ഈ പേരറിയണമെന്നില്ല. എന്തിന് പെണ്ണ്? നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാനടവുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണാണ്. എന്റെ പ്രിയമുള്ളവര്, ആരാ മാസിതയാരാ? ജിബ്രീൽ എന്ന മലക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാ. എവിടത്തെ വേലക്കാരി എന്നറിയോ? ആരുടെ വീട്ടിലെ വേലക്കാരി എന്നറിയുമോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. പടച്ചവരെ മൂസാ നബി പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമാവുകയാണ്. ആരും അറിയാതെ മുസ്ലിമായി കഴിയുകയാണ്. മൂസാ നബി ഒരിക്കൽ പറഞ്ഞു, മാഷിത്താ, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ അല്ലാഹനെ ഓർക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് പറഞ്ഞിട്ടേ നീ തുടങ്ങാവോ? ഇത് പറഞ്ഞിട്ടേ നീ എന്തെന്ന് ചെയ്യാവോ? നബി പറഞ്ഞു കൊടുത്ത ഒരാമലാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് ഫിർഔനിന്റെ മകളുടെ മുടി ചീക ഒരു പുതിയ ചീപ്പ് ഇങ്ങനെ എടുക്കുകയാ. പർദ്ദയും ധരിച്ച് നിസ്കരിച്ച് നടക്കുന്ന പെണ്ണ് നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? എടാ, ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന മാഷിത്ത എന്ന് പറയുന്ന വേലക്കാരിയായ പെണ്ണുണ്ടല്ലോ, അല്ലാഹുവേ, മുടി ചീകുന്നതിന് വേണ്ടി, അതാ തലമുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുത്തപ്പെടാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. അവിടെന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നിന്ന് പറഞ്ഞുപോയി. ഫിർഔനിന്റെ പൊന്നാര മകള് കേൾക്കുകയാ. പടച്ചവനെ അവസാനം വാപ്പയുടെ ചെവിയിലെത്തി, ഫിർഔനിന്റെ ചെവിയിലെത്തി. അല്ലാഹുവേ, കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്നറിഞ്ഞ വലിയ നാണക്കേടാണല്ലോ. അതുകൊണ്ട് ആരും അറിയാതെ മാസിത്താ ബീവിയെ ഫിർഔൻ ഉപദേശിക്കുകയാ, മര്യാദയ്ക്ക് നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു വരണം. എത്ര ഉപദേശിച്ചിട്ടും മാസിത്ത ബീവി ദീന
വലിച്ചെറിയുന്നില്ല, അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞില്ല. അവസാനം എല്ലാവരും അറിഞ്ഞു തുടങ്ങി. വലിയ വിഷയമായി ഫിറഔൻ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. എന്തേ ചെയ്തതെന്നറിയോ? എവനെയെങ്കിലും കിട്ടുമ്പോ സുഖത്തിന് വേണ്ടി, ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി, ചില മോഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി അല്ലാഹുവേ 18 കൊല്ലം സുജൂദ് ചെയ്ത പടച്ച റബ്ബിനെ മറക്കുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ചെറുപ്പക്കാരാ, ഈ മാഷിത്ത എന്ന് പറയുന്ന പെണ്ണിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. എണ്ണ ഇങ്ങനെ കിടന്ന് തിളച്ചു മറിയുകയാ. ആ സമയത്ത് മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു, പെണ്ണേ മാഷിത്ത, വല്ല മാറ്റവുമുണ്ടെങ്കിൽ പറമാഷിത്ത, പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വരുമോ? ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരില്ലടാ. എന്നെ നിങ്ങൾ വേണമെങ്കിൽ കൊന്നോ, എനിക്ക് അല്ലാഹുവാണ് വലുത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്. എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. പടച്ചവനെ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്തേ ചെയ്തതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകളെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. മാഷിത്ത ബീവിയുടെ 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള തന്റെ പൊന്നാര മകളെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. തിളച്ച എണ്ണയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ചോദിച്ചു, മാഷിത്ത, തീരുമാനത്തിന് മാറ്റമുണ്ടോ മാഷിത്ത? ഇല്ലെങ്കിൽ നിന്റെ പൊന്നാര മകള് എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയും മാഷിത്ത. എന്തേ മാഷിത്ത ചെയ്തതെന്നറിയോ? 9 മാസ ഗർഭമാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചതല്ല പൊന്നാര മകള്. തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു, നിനക്ക് ദീൻ വേണോ, അല്ല വേണോ? ആ സമയത്ത് മാഷിത്ത പറഞ്ഞത്, എനിക്ക് അല്ലാഹുവിനെ വേണം, അല്ലാഹുവിന്റെ ദീൻ എനിക്ക് വേണം. പടച്ചവനെ, തന്റെ പൊന്നാര മകളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാ, എന്നിട്ട് ചുംബനം കൊടുക്കുകയാ. എന്നിട്ടും തന്റെ പൊന്നാര മകളോട് പറയും, മോളെ കരയരുത്, എന്റെ പൊന്നുമോട് പേടിക്കരുത്, നമ്മുടെ മുസ്ലിമീങ്ങളാ മോള്, നമുക്ക് അല്ലാഹു സ്വർഗം തരും മോള്, നമുക്ക് അല്ലാഹു സ്വർഗം തരും മോള്, എന്റെ പൊന്നുമോള് കരയരുതെന്ന് പറഞ്ഞ് പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. അതാണ് ഒരു യഥാർത്ഥ ഉമ്മ. അല്ലാതെ കണ്ടവനെ പ്രേമമാണ്, എനിക്ക് അവനെ മതിയെന്ന് പറയുമ്പോ ജാതിയും മതവും നോക്കാതെ പറഞ്ഞു വിടുന്ന നട്ടല്ലില്ലാത്ത ഉപ്പമാര്, 7 വൃത്തികേടിനും കൂട്ടു നിൽക്കുന്ന വാപ്പ, 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നമകളെ കെട്ടിപ്പിടിച്ച ഈമാനുള്ള ഒരു ഉമ്മ തന്റെ പൊന്നാര മകൾക്ക് തുറന്നു കൊടുക്കുകയാ. മോളെ, അല്ലാഹുവിന്റെ മോള്, നിനക്ക് അല്ലാഹു സ്വർഗം തരും മോള്, എന്റെ പൊന്നുമോള് പേടിക്കരുത്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകോ. ഉമ്മയും പുറകെയുണ്ട് മോള്. അല്ലാഹുവേ, തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് മാഷിത എന്ന് പറയുന്ന പെണ്ണിന്റെ പൊന്നാര മകളെ തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് പൊരിയുകയാ. സുബ്ഹാനല്ലാഹ്, കരഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. തന്റെ പൊന്നാര മകള് കണ്ണിന്റെ മുന്നിൽ കിടന്ന് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് കിടന്ന് അതാ മരണപ്പെടുമ്പോ മാഷിത ബീവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾക്ക് ദേഷ്യം കൂടി. രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തികെട്ട് ചോദിച്ചു, വല്ല മാറ്റമുണ്ടോ? ഇല്ലടാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല, ഏകനായ റബ്ബാണോ, എനിക്ക് എന്റെ പടച്ചുറപ്പാണ് വേണ്ടത്, എനിക്ക് എന്റെ ദീനാണ് വേണ്ടത്. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. പടച്ചവനെ, അപ്പോഴും മാഷിത്ത ബീബി കരഞ്ഞില്ല. മൂന്നാമത് കൊണ്ടുവന്നത് ആരെയും അറിയോ? അല്ലാഹുവേ,
7 മാസം പ്രായമുള്ള പുന്നമോ, പാല് കുടിക്കുന്ന പുന്നമോ, ആസിതാ ബീവിയുടെ പുന്നമോനുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എണ്ണയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുത്തിയിട്ട് ശത്രുക്കളെ വിളിക്കുന്നു, ആസിതാ നോക്കുമാസിതാ, അവന്റെ പൊന്നാന മകനെയൊന്ന് നോക്കുമാസിതാ, ഇവനെയും നിനക്ക് കൊന്നുകളയണോ മാസിതാ? 2 മക്കളുടെ ജീവിതം വെറുതെ കളഞ്ഞില്ലേ? ചോരക്കൂനിനെ കൊല്ലണോ മാസിതാ? മാസിതാ ബീവിയുടെ കണ്ണങ്ങ് നിറയുകയാ. കാരണം ഒരുമ്മയല്ലേ, പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ, കൊതി തീർന്നില്ലല്ലോ, സ്നേഹിച്ച് കൊതി തീർന്നില്ലല്ലോ. പാല് കുടിക്കുന്ന പൊന്നാര മകന് അതാ തീയുടെ മുകളിൽ, എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിക്കുകയാ, ഒന്ന് നോക്കുമാസിതാ, ഈ പൊന്നുമോനെയും നിനക്കൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കാറ്, ഈ കുഞ്ഞിനെയും 2 മക്കളെ യാത്രയാക്കിയതുപോലെ നിനക്ക് കഴിയുമോ മാസിതാ? അവിടെ നിന്ന് കരയുകയാണ്. പഠിച്ചവരെ ശത്രുക്കളെ വിചാരിച്ചു മാഷിത്ത തോറ്റുപോയെന്ന് എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. മാഷിത്താ ബീവി തല താഴ്ത്തി പിടിച്ചു നിന്ന് കരയുകയാ. എല്ലാവരെയും തന്റെ ഉമ്മാനെ കളിയാക്കുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ നിന്ന് കരയുകയാണ്. എല്ലാവരും തന്റെ ഉമ്മാനെ കളിയാക്കുകയാ. ആ സമയമുണ്ടല്ലോ എല്ലാവരുടെയും ചിരിക്കുന്ന മുഖമങ്ങ് വല്ലാതെ പാടുകയാ. എല്ലാവരും തന്റെ ഉമ്മയെ കളിയാക്കിയപ്പോ അല്ലാഹു ആ ചോര കുഞ്ഞിനൊരു കഴിവ് കൊടുത്തു. 7 മാസം പ്രായമുള്ള കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാറില്ല. പക്ഷേ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പാല് കുടിക്കുന്ന പൊന്നുമോ, അവനെന്ന് കഥാ ശത്രുക്കളുടെ നടുവിൽ നിന്നിട്ട് ആ മകൻ വിളിച്ചു, യാ ഉമ്മ, എന്റെ ഉമ്മ, എന്തിനാ ഉമ്മ കരയുന്നത്? എന്തിനാ ഉമ്മ കരയുന്നത്? എന്നെ ഓർത്തിട്ടാണോ ഉമ്മ? ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ? അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയല്ലേ ഉമ്മ? ഇവന്മാര് നമ്മളെ കൊന്നാൽ എന്റെ ഉമ്മ കരയരുത്, എന്റെ ഉമ്മ തോറ്റുകൊടുക്കരുത്. എനിക്കൊന്ന് ചുംബനം തന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാക്കുമ്മ. പാല് കുടിക്കുന്ന പൊന്നുമോനെ വിളിച്ചു പറയുകയാ, മാഷിത്ത കരയുകയാ, മാഷിത്ത കരയുകയാ. ഉമ്മയുടെ കരച്ചില് മാറ്റിയത് എങ്ങനെയെന്നറിയോ? അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മ, ദുനിയാവിന്റെ തീയുണ്ടല്ലോ, ദുനിയാവിന്റെ തീയുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുമ്മ. ആ പൊന്നുമകൻ തന്റെ ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ, നരകത്തിന്റെ തീ താങ്ങാൻ എന്റെ ഉമ്മയെ കൊണ്ട് കഴിയോ? ബീവി തല ഉയർത്തുകയാണ്. നരകമെന്ന് കേൾക്കുമ്പോ തന്റെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. ഓടി വന്നതിന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ആ പൊന്നാര മകനെയും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് യാത്രയാക്കുകയാ. പഠിച്ചവരെ 3 മക്കളും മരിച്ചു. എന്നിട്ടും ആ പെണ്ണ് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫിറഔന് ചോദിച്ചത് എന്തെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, എടാ ഫിറഔൻ പറഞ്ഞിരുന്നെന്നറിയോ? ഈ ജോക്കട്ടയുടെ പരിസരത്തുള്ള മുസ്ലിം പെണ്ണ്, പാരമ്പര്യ മുസ്ലിമായ പെണ്ണ്, നിന്റെ വാപ്പ, നിന്റെ വാപ്പയുടെ വാപ്പ, നിന്റെ വാപ്പയുടെ വാപ്പ പാരമ്പര്യമായിട്ട് മുസ്ലിമായ പെണ്ണ് ആസിത എന്ന് പറയുന്ന തന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ ഒരു പെണ്ണിന്റെ മുന്നിൽ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെന്ന് പറഞ്ഞ ഫിറഔന് പറഞ്ഞതെന്തെന്നറിയോ? ആസിത, നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി ആസിത, നിന്റെ
നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ, നിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു മാഷിത്ത. നിന്നെ ഞാനൊരു മകളെ പോലെ സ്നേഹിച്ചു പോയി. നിനക്ക് വല്ല മോഹവും ഉണ്ടെങ്കിൽ പറ, നിന്നെ കൊല്ലാൻ പോവുകയാണ്, നിന്നെ കൊല്ലാൻ പോവുകയാണ്. വല്ല മോഹവും ഉണ്ടെങ്കിൽ പറ മാഷിത്ത. മാഷിത്ത പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് പറയുകയാ, എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ ഈ കിടക്കുന്ന കരിഞ്ഞ 3 ശരീരം എന്റെ കബറിന്റെ അകത്തുന്ന കബറടക്കുമോ? യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ കബറാണ് നബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. ഈമാനിതല്ലേടാ ചെറുപ്പക്കാരാ, ഈമാനിതല്ലേടാ ചെറുപ്പക്കാരാ. നിങ്ങളെ ഈ മാഷിത്തയുടെ തലമുറയിലല്ലേ പെണ്ണ്? അതേ പാരമ്പര്യമല്ലോ, അതേ രക്തമല്ലോ, അതേ ദീനല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മോനെ, അല്ലാഹു നിനക്ക് പല പരീക്ഷണങ്ങളും തരും, ഒന്നിലും നീ പരാജയപ്പെടരുത്. കാരണം അല്ലാഹു നിനക്ക് ഈമാനുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈമാൻ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. ചിലപ്പോൾ വിചാരിക്കാൻ തഴമ്പുണ്ട്, താടിയുണ്ട്, പ്രവാചകന ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണം നോക്കും, ഇവന്റെ ഈമാൻ ഉറച്ചോ എന്ന്. തോറ്റുകൊടുക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതിനായി ചരിത്രമൊക്കെ പറഞ്ഞ് ബിലാൽ തങ്ങളുടെ ചരിത്രം, മുസ്അബിന്റെ ചരിത്രം, ഉബൈബിന്റെ ചരിത്രം, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം, ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ല പറഞ്ഞ് വായിച്ചു പഠിക്കുക. നിന്റെ പരമ്പര ഇതായിരുന്നു, നിന്റെ മുൻഗാമികൾ എങ്ങനായിരുന്നു എന്ന് പഠിക്കാൻ. എടാ, ഇവര് കിടക്കുന്ന സ്വർഗവാ അല്ലേ? ചെറുപ്പക്കാർ ഇന്ന് പണ്ടൊക്കെ സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ വാപ്പ പറയും, മോളെ കല്യാണം ഉറപ്പിച്ചോട്ടോ, ഈ ഇരിക്കുന്ന പയ്യനാ നിന്റെ കെട്ടിയവൻ. പണ്ട് ഈ പ്രായമുള്ളവർക്ക് ചോദിച്ചറിയാം. സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പെമ്മക്കളോട് വാപ്പച്ചി പറയും, കല്യാണം ഉറപ്പിച്ചു നോക്കിയിരിക്കുന്ന പയ്യൻ. പെണ്ണ് കണ്ണന്തിൽ നിൽക്കാം, പെണ്ണ് കണ്ണന്തിൽ പിന്നെ ഒരു കരച്ചിലും പിടിച്ചിലൊക്കെ തന്നെ. ഇന്നങ്ങനല്ല. പെമ്മക്കള് വാപ്പാനോട് പറയും, ഞാൻ ഒരിക്കലും നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ചാരപ്പിച്ചാരപ്പിച്ചാര. പെമ്മക്കള് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, എനിക്ക് അവനെ തന്നെ മതി, കെട്ടിച്ചേരാൻ പറ്റുമെങ്കിൽ കെട്ടിച്ച, അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. ഇതാ അവസ്ഥ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മുസ്ലിമാണോ അമുസ്ലിമാണോ കുഴപ്പമൊന്നുമില്ല. മുസ്ലിം ആണെങ്കിലും പൊക്കോ മോളെ, വാപ്പച്ച് കെട്ടിച്ചു വിടാ. ഏതെങ്കിലും ഒരുത്തം വരുമ്പോ ബൈക്കിന്റെ പുറകിൽ കയറി പൊക്കോ. അള്ളാഹ് പടച്ചോനെ, ദീനും ഇസ്ലാം ഒന്നും വേണ്ട, കയറി പൊക്കോ. നീയൊക്കെ എന്ത് ഉമ്മയും ബാപ്പയും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നിന്നെയൊക്കെ തല്ലണം. ആദ്യം അള്ളാന്റെ ദീൻ. സ്വന്തം മക്കളെ തിളച്ച എണ്ണയുടെ മുകളിലിട്ടിട്ട് എണ്ണയ്ക്കകത്തിട്ട് മുക്കി കൊന്നപ്പോഴും ചിരിച്ചോണ്ടാ നിന്ന ഒരു മുസ്ലിം പെണ്ണ്. എന്തിന്? അള്ളാന്റെ സ്വർഗത്തിന്. എടാ വാപ്പ ചങ്ങാതി, നിന്റെ മോൻ അള്ളാഹുവെ പടച്ചവനെ കുരുവിക്കൂട് പോലെ മുടിയും കെട്ടി നടക്കാം. എന്തെങ്കിലും പറയുമോ നീ? നിന്റെ മോൻ 15 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള പ്രായപൂർത്തിയായി നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? അവന്റെ മുടി കണ്ടിട്ടുണ്ടോ? അല്ലാഹു അലം. അവന്റെ വസ്ത്രം കണ്ടിട്ട് നീ ഫക്കീറാ, കീറി പറഞ്ഞ് പാൻറ് വിട്ട് നടക്കുന്നു. നിനക്ക് നല്ല പാൻറ് വാങ്ങിച്ചെടുത്തൂടെ? ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെ പാൻറ് കണ്ടാൽ കീറി പറഞ്ഞ പിച്ചക്കാരന്മാരെന്നേക്കാളും നല്ല വസ്ത്രം ധരിക്കുക. എന്തിനാ നീ ഇങ്ങനെ ആവുന്ന? ഇസ്സത്ത് നഷ്ടപ്പെടുത്തുക. നീ വിചാരിക്കുന്ന അഭിമാനം. ഒരു നല്ല പാൻറ് ധരിക്കുക. അത് കീറി പറഞ്ഞ് ഇപ്പൊ ഒരു മോഡൽ പാൻറുണ്ടോ? എന്റെ പാൻറ് കീറി. എന്തിനാ മക്കളെ? ഇസ്സത്തോടു കൂടി ജീവിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ പേരുദോഷം കേൾപ്പിക്കരുത്. അള്ളാന്റെ ദീൻ മുറുകെ പിടിക്കുക, ഈമാൻ ഉറപ്പിക്കുക. അള്ളാഹു നിന്നെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.